ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ പേരിൽ അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും ഒന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും തടുത്തു നിർത്താൻ മോദി ഭരണകൂടത്തിനാവില്ല. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പിന്നിൽ അണിനിരക്കും. ഇന്ന് കാണിച്ച അറസ്റ്റ് കൊണ്ടൊന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും നേരിടാൻ പറ്റില്ല. ലോകത്തെ പല രാജ്യങ്ങളിലും ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരായി ജനാധിപത്യ ചേരിയുടെ പ്രതിരോധത്തിൻ്റെ വലിയ സമരങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വലിയൊരു സമരമായി ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരായ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പോരാട്ടം മാറുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. അതിന് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും UDFും പൂർണ്ണമായ പിന്തുണ അതിന് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. രാഹുൽ ഗാന്ധി ഉയർത്തിയ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് തൃശ്ശൂരിൽ നിന്നുള്ള പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലെ കള്ളവോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രതികരിച്ചതാണ്. തൃശ്ശൂരിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്, വ്യാജ വോട്ടർ ചേർക്കപ്പെട്ടിട്ടുണ്ട് പല വീടുകളിലും. ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത് കാണിച്ച ഒറ്റമുറിയുള്ളൊരു വീട്ടിൽ 60 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലത്തെ സംഭവങ്ങൾ തൃശ്ശൂരിൽ ഈ ടൗണിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. വ്യാപകമായി പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും എല്ലാം നടപ്പാക്കിയ സംവിധാനം കേരളത്തിൽ തൃശ്ശൂരിലാണ് BJP നടപ്പിലാക്കിയത്. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും. കോൺഗ്രസ് പാർട്ടിയും അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളാണ്. അത് അവിടെ നടത്തിയ വലിയ തോതിലല്ലെങ്കിൽ പോലും ഇവിടെ വ്യാപകമായി തൃശ്ശൂരിൽ അത് നടത്തിയിട്ടുണ്ട്. അത് ഒരു രഹസ്യവും മൂടി വയ്ക്കാൻ പറ്റില്ല. ഈ ഉത്തരേന്ത്യയിലേക്ക് മുൻപൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിപ്പോൾ കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ജാഗരൂകരായിരിക്കണമെന്നാണ് കോൺഗ്രസ്സുകാരോട് മാത്രമല്ല ഞാൻ പറയുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കുറേ കൂടെ ജാഗ്രത പാലിച്ചാൽ കേരളത്തിൽ നമുക്കിത് നടപ്പാക്കാതിരിക്കാൻ പറ്റും. കാരണം കേരളത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് ബൂത്ത് തലത്തിൽ പ്രവർത്തകരും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന സംവിധാനമുള്ളവരും പേര് ചേർക്കുന്നതൊക്കെയാണ്. മത്സരിച്ച് പേര് ചേർക്കാൻ പറ്റും. അപ്പോൾ കോൺഗ്രസ് പാർട്ടി വിചാരിച്ചാൽ കേരളത്തിലെ മുഴുവൻ ബൂത്തിലെയും വോട്ടർ പട്ടിക പരിശോധിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വിവരം ഞങ്ങളുടെ പ്രവർത്തകരെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തീർച്ചയായും നടത്തും. നിയമസഭയിൽ നിന്നും ഒരു വോട്ട്, പഞ്ചായത്തിലും ലോക്കൽ ബോഡി ഇലക്ഷനിലും ഓരോ വോട്ട് പോലും ഒരു വ്യാജ വോട്ടില്ല എന്ന് ഉറപ്പുവരുത്തും. അതിനുവേണ്ടി വോട്ടർ പട്ടിക പുറത്തു വന്നാൽ ഒരു പരിശോധന തന്നെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരാഴ്ച തന്നെ ആ പരിശോധനയ്ക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുകയും തെറ്റായ വിവരങ്ങൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിന് നടപടിയെടുത്തില്ലേ നമുക്ക് അപ്പം കാണാം. UDF വളരെ ഗൗരവത്തോടു കൂടി പ്ലാൻ ചെയ്യുന്നത് വോട്ടർ പട്ടിക പുറത്തു വന്നാൽ ഒരാഴ്ച ഗൗരവതരമായ ഒരു പരിശോധനയ്ക്ക് എല്ലാ വാർഡുകളിലെയും ഡിവിഷനുകളിലെയും വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒരു പരിശോധനാ വാരം തന്നെ UDF നടത്തും. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു വോട്ട് പോലും തെറ്റായ രീതിയിൽ അനധികൃതമായ ഒരു വോട്ട് പോലും ഇല്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.